പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. ഇന്ന് പാർവതീദേവിയുടെ സ്വരൂപവും ശ്രീചക്രപൂജയുടെയും നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം എപ്രകാരം ഉണ്ടാകുന്നു എന്നുള്ള വരികളാണ്. ചരാചര ജഗന്നാഥ ചക്രരാജ നികേതന ചര അചര, ചരവും അചരവുമായത് നമ്മൾ സദാ ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. മാറ്റങ്ങൾ സംഭവിക്കുന്നു. നമുക്ക് ഈ ഭൂമിക്കും പ്രകൃതിക്കും മാറ്റങ്ങളുണ്ട്. ഈ ബ്രഹ്മാണ്ടത്തിന് കണ്ണിൽ കാണുന്നതും കാണാത്തതുമായ 14 ലോകത്തിനും ചരാവസ്ഥയാണ്, മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണ് അചരമായിട്ടുള്ളത്? ഇവിടെ മാറ്റമില്ലാത്തതായിട്ട് എന്തുണ്ട്? അതാണ് അടുത്ത ചേർത്ത് പറയുന്നത്. ജഗന്നാഥ. ജഗത് എന്നാൽ സദാ ജാഗ്രതയോടുകൂടിയുള്ള ഗതി, അതാണ് ജഗത്. ഗതിയാണ്. പുരോഗതിയും അധോഗതിയും സദ്ഗതിയും എല്ലാം ഗതിയാണ്, അതായത് ചരം. അപ്പോൾ അതിൽ ജാഗ്രതയുണ്ട് എന്നുള്ളതിനാൽ ജഗത്. ആർക്കാണ് ജാഗ്രതയുള്ളത്? ജഗത് നാഥ അല്ലെങ്കിൽ നാഥൻ. സനാതനം എന്നുള്ള വാക്കിന്റെ അർത്ഥവും ഇവിടെ എടുക്കാം. കാരണം അനാഥമായിട്ടൊന്നും ഇവിടെ ഇല്ല. സദാ അമ്മ പരാശക്തിയുടെ ഭഗവാന്റെ ആ കടാക്ഷം നമ്മളിൽ എന്നും നോട്ടമുണ്ട്. നമ്മൾ അനാഥരല്ല. നമ്മളുടെ ഒരു ചെയ്തികളിലും അനാഥ എന്നുള്ള അവസ്ഥയില്ല. അതിനാലാണ് അചര. ആ നോട്ടത്തിന്, ആ കടാക്ഷത്തിന്, ആ കൃപയ്ക്ക് അചരം. അവിടെ ഒരു മാറ്റവുമില്ല. നമ്മൾ മരിക്കും, ഈ ലോകം പ്രളയം വരും, സദാ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ആ ദേവിയുടെ, ആ ഭഗവാന്റെ കടാക്ഷത്തിനോ കൃപയ്ക്കോ കാരുണ്യത്തിനോ മാറ്റമില്ല. അതാണ് അചരം. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ചക്രരാജനികേതന. ഇവിടെ ശ്രീചക്ര പൂജയെ ചേർത്താണ് ഇവിടെ പറയുന്നത്. ശ്രീചക്രത്തിനെ രാജ എന്നാണ് പറയുന്നത്. ചക്രത്തിന്റെ രാജ. രാജ എന്നുള്ളത് ഇവിടെ മറ്റൊരർത്ഥത്തിലും എടുക്കാം. ആ ശ്രീചക്രത്തിന്റെ ഒത്ത നടുക്കായിട്ടുള്ള ആ ബിന്ദു, ആ ദേവീ സ്ഥാനത്തിലാണ് നികേതന. നികേതന എന്നാൽ ഏതൊന്നാണോ ശ്രീചക്രത്തിൽ വസിക്കുന്നത് അത് സ്വയം രാജയായി മാറും. അതായത് ശാന്തി നികേതനം എന്ന് പറയുന്നത് പോലെ. അതായത് എന്തിനാലാണോ ആ പേരുണ്ടായത് ശ്രീചക്രം. ചക്രം എന്നാൽ സദാ കറങ്ങിക്കൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ കറങ്ങുന്നുണ്ടോ? ഇല്ല. അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഉണ്ട്, എന്നാൽ ഈ ലോകത്തിലും ഉണ്ട്. ചര അചര. അവിടെ വസിക്കുന്ന ആരാണ്? പാർവതി പത്മനയന. പാർവതി. ഇവിടെയാണ് പ്രകൃതി വരുന്നത്. പർവ്വതങ്ങളുടെ ഈശ്വരിയായ പാർവതി. പർവ്വതങ്ങൾ എന്നാൽ നമ്മളുടെ ചക്രങ്ങളിൽ കയറി 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 വരുന്ന ഈ പർവ്വതത്തെയും കൂടി ചേർത്താണ് പറയുന്നത്. ഇവിടെ വസിക്കുന്ന ചക്രരാജ നികേതന. അപ്പോൾ പാർവതി എന്ന് എടുത്തു പറയാൻ കാരണം പർവ്വതങ്ങളുടെ ഈശ്വരി പ്രകൃതിയിൽ ഉള്ളിൽ, നമ്മളുടെ ഉള്ളിൽ ആരാണ്? ഈ ചക്രം എന്ന പർവ്വതം കയറി 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 വരുന്ന ഗതി. അതാണ് ജഗന്നാഥ. ജാഗ്രതയോടുകൂടിയുള്ള ഗതി. പത്മനയന. പത്മനയന എന്നാൽ നമുക്കറിയാം പത്മദളങ്ങളുടെ നയനമുള്ളവൾ. പത്മ എന്നുള്ളതും പ്രകൃതിയുടെ അംശമായിട്ടാണ് പറയേണ്ടത്. സദാ ചെളിക്കുണ്ടിൽ നിന്നും വിടർന്നു വരുന്ന പത്മത്തിൽ നയനം. നയനം എന്നാൽ സദാ ഒരു യാത്ര അവിടെ ഉണ്ട്, ഒഴുക്കുണ്ട്. നയനം. ലോചന എന്നല്ല, നയന. പത്മം നയനം. അതായത് പത്മ എന്നാൽ പ്രകൃതിയുടെ ഒരു കനിവാണ്. ഓരോ പുഷ്പങ്ങളും ഫലങ്ങളും. അതിൻ്റെ നയനം എന്നാൽ ആ കാരുണ്യത്തിന്റെ നോട്ടമാണ്. അതാണ് മുൻപും പറഞ്ഞത്. ജഗന്നാഥ. ആ നോട്ടം, ആ കടാക്ഷം ഇങ്ങനെയുള്ളതാണ്. പത്മനയനയാണ്. സദാ വിടർന്ന കണ്ണുകളോടുകൂടി, വിടർന്ന ഉള്ളോടുകൂടി അമ്മയുടെ കടാക്ഷം നമ്മളിലേക്ക് വരുന്നു. പത്മരാഗ സമപ്രഭ. പത്മരാഗ സമപ്രഭ. വീണ്ടും പറയുകയാണ്, പത്മരാഗം ഏറ്റവും അമൂല്യമുള്ളൊരു രത്നം. എന്നാൽ പത്മരാഗ. രാഗം എന്നാൽ ഇവിടെ അഭിനിവേശം, ആഗ്രഹം എന്നൊരർത്ഥമുണ്ട്. രാഗം, താളം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ എന്താണ് ഈ രാഗം? ഒരു ഏറ്റക്കുറച്ചിലുണ്ട്, അതിന് ഒരു ഈണമുണ്ട്. ആ ഈണം എന്താണ്? സമപ്രഭ. സമമായ പ്രഭാവം ചൊരിയുന്നു.
സമം. എന്താണ് ഇപ്പൊ സമം? ഇവിടെ ഈ ചക്രങ്ങളെല്ലാം കൃത്യമായ അളവോടുകൂടി സമമായ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് ഒരു രാഗത്തിൽ, ഒരു ഈണത്തിൽ ഈ പത്മം വിടരുമ്പോൾ നമ്മൾ ശ്രീചക്രപൂജയുടെ ഉച്ചാവസ്ഥയിലെത്തും. അതാണ് നമ്മൾ ഉള്ളിൽ ചരിച്ചുകൊണ്ടേയിരിക്കുന്ന മനസ്സ് അചരമായ സമാധിയിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മളെ ഉത്തുംഗ ശൃംഗത്തിൽ, ആ ദേവീസ്ഥാനത്തിൽ എത്തിക്കുന്ന വരികളാണ് ഇത്. ചരാചര ജഗന്നാഥ ചക്രരാജനികേതന പാർവതി പത്മനയന പത്മരാഗ സമപ്രഭ. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.